നമസ്കാരം. എല്ലാവരും ഉറ്റുനോക്കിയ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിജയിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അധികാര കൈമാറ്റം നടന്നിട്ടില്ല. ഏതാണ്ട് ജനുവരി 20-ന് ശേഷം അധികാര കൈമാറ്റം അമേരിക്കയിൽ ഉണ്ടാകും. ഇപ്പോഴും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് അമേരിക്കയുടെ ഭരണയന്ത്രം തിരിക്കുന്നത്. പക്ഷേ ഒരു നിയുക്ത പ്രസിഡന്റ് എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരം കിട്ടിയതിന് ശേഷം ഏതൊക്കെ രീതിയിലാകണം നയം മാറ്റം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. തീർച്ചയായും പല കാര്യങ്ങളിലും ഒരു ടേൺ ആണ് ഈ അമേരിക്ക ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി കൈക്കൊള്ളുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഒന്നാമത്തെ കാര്യം, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പരിപൂർണമായ പിന്തുണ നൽകിയിരിക്കുന്നത് യുക്രൈനാണ്. അതായത് ഏത് വിധേനയും റഷ്യയെ പ്രതിരോധിച്ച് നിർത്തണം, ഒരു ഇഞ്ച് മണ്ണ് പോലും നഷ്ടപ്പെടാൻ ഇടവരുത്തരുത് എന്ന് യുക്രൈനെ ഉപദേശിക്കുകയും അവർക്കാവശ്യമുള്ള പണവും ആയുധവുമെല്ലാം നൽകിക്കൊണ്ട് ഒരു ഭാഗത്ത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് അമേരിക്ക. പക്ഷേ ഡൊണാൾഡ് ട്രംപ് നിയുക്ത പ്രസിഡന്റ് ആയതിനു ശേഷം യുക്രൈനെ അറിയിച്ചിരിക്കുന്നത് എത്രയും വേഗം യുദ്ധം നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇപ്പോൾ ഏതാണ്ട് യുക്രൈൻ എന്ന രാജ്യത്തിൻ്റെ 1/5 ഭാഗം അത് റഷ്യയ്ക്കൊപ്പമാണ്. അത് വിട്ടുകൊടുക്കണം, അതായത് അതിനി തിരിച്ചു പിടിക്കാൻ നിൽക്കരുത്, റഷ്യയ്ക്ക് വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനോട് പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹം അധികാരത്തിൽ വരുന്നതോടുകൂടി യുക്രൈന് അമേരിക്ക നൽകി വന്നിരുന്ന പരിപൂർണമായ ഈ സഹായം അവസാനിക്കും. യുദ്ധം നിർത്താൻ അല്ലെങ്കിൽ അമേരിക്കയുടെ വാക്ക് കേട്ടില്ല എങ്കിൽ തീർച്ചയായും യുക്രൈനുമായി അമേരിക്ക എല്ലാ ബന്ധങ്ങളും നിർത്തലാക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഡൊണാൾഡ് ട്രംപ് പല രാഷ്ട്രീയ നേതാക്കളോടും അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകൾ ലംഘിച്ചു എന്ന് പ്രാഥമികമായി തോന്നുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതായത് ചൈനയ്ക്കും അതുപോലെ തന്നെ കാനഡയ്ക്കും മറ്റു ചില രാജ്യങ്ങൾക്കുമുള്ള നികുതി ചുങ്കം, അതായത് ഇറക്കുമതി ചുങ്കം, അത് വർദ്ധിപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തത്. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും 25% അധിക നികുതി ഏർപ്പെടുത്തുന്നു. ചൈനയിൽ നിന്നുള്ള വസ്തുക്കൾക്ക് 10% നികുതി വർദ്ധിപ്പിക്കുന്നു. അതായത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശം. തീർച്ചയായും ഇത്തരം രാജ്യങ്ങളുടെ കയറ്റുമതിയെ അത് ബാധിക്കും, അവരുടെ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കും. ചൈനയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമല്ല. പക്ഷേ കാനഡ അതുപോലെ തന്നെ മെക്സിക്കോ, ഇവർക്ക് ഭീമമായ നികുതിയാണ് അമേരിക്ക നൽകും എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. വിഷയം അറിഞ്ഞയുടൻ തന്നെ കനേഡിയൻ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനെ കാണാൻ വന്നു, നികുതി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം തുടരുകയാണെങ്കിൽ ഒരു കാരണവശാലും നികുതി പിൻവലിക്കാൻ കഴിയില്ല. ഇനി അമേരിക്കയുടെ സഹായമില്ലാതെ കാനഡയ്ക്ക് കഴിയാൻ കഴിയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കാനഡ എന്ന രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എങ്കിൽ, 51 സംസ്ഥാനങ്ങൾ അടങ്ങിയതാണ് അമേരിക്ക, ഇനി 52ാമത്തെ സംസ്ഥാനമായി നിങ്ങളും കൂടിക്കോളൂ എന്നാണ് ഡൊണാൾഡ് ട്രംപ് കനേഡിയൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞത്. നാണം കെട്ടിട്ട് കനേഡിയൻ പ്രധാനമന്ത്രി അവിടെ നിന്ന് മടങ്ങുന്നത് നമ്മൾ കണ്ടു. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത പനാമ കനാലുമായി ബന്ധപ്പെട്ടതാണ്. പനാമ കനാലിൽ ചുമത്തുന്ന ഫീസ്, അതായത് ഓരോ രാജ്യത്തിൻ്റെയും കപ്പലുകൾ അതുവഴി കടന്നു പോകണമെങ്കിൽ പനാമ സർക്കാരിന് ഫീസ് നൽകേണ്ടി വരും. ആ ഫീസ് വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ വർധനവ് ഒരിക്കലും ന്യായമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വർധനവ് പിൻവലിച്ചില്ല എങ്കിൽ തീർച്ചയായും പനാമ കനാൽ ഞങ്ങൾ തിരിച്ച് ഏറ്റെടുക്കും. അതായത് പനാമ എന്നതൊരു സ്വതന്ത്ര രാജ്യമാണ്, അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് എങ്കിൽ പോലും ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ ടെറിട്ടറി തങ്ങൾ തിരിച്ചെടുക്കും അല്ലെങ്കിൽ തിരിച്ചു പിടിക്കും എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് പ്രസ്താവനകളും അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിക്കുന്നതാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാൻ സാധിക്കും. ഒരു കാരണവശാലും രണ്ട് രാഷ്ട്ര തലവന്മാർ തമ്മിൽ കാണുമ്പോഴോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ ബാധിക്കുന്ന രീതിയിൽ തമാശയ്ക്ക് പോലും ആരും ഒന്നും പറയാറില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് വളരെ കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് അമേരിക്കൻ താല്പര്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ രണ്ട് കാര്യങ്ങളുണ്ട്. കാനഡയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കാനഡ അമേരിക്കയിലേക്ക് വലിയ രീതിയിൽ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. കാനഡ തങ്ങളുടെ രാജ്യത്തേക്കും ആളുകളെ അനാവശ്യമായി വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ആ ആളുകളെ തന്നെ അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ കുടിയേറ്റത്തെ, ലോകമെമ്പാടുമുള്ള കുടിയേറ്റത്തെ, അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തെ കാനഡ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതുവഴി ലഹരി മരുന്നും അതുപോലെ തന്നെ മറ്റ് അനധികൃത കടത്തുമൊക്കെ നടക്കുന്നുണ്ട്. മെക്സിക്കോയുടെ കാര്യവും ഇതുതന്നെയാണ്. ഇതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തും എന്ന് പറയുന്നത്. തീർച്ചയായും ഇരു രാജ്യങ്ങളും ആ നയങ്ങളിൽ പുനഃപരിശോധന ഉണ്ടായില്ല എങ്കിൽ ഈ നികുതി ചുമത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പനാമ കനാലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പനാമ കനാൽ നിർമ്മിച്ചു തുടങ്ങിയത് ഫ്രാൻസ് ആണ് എങ്കിലും
അതിൻ്റെ ഭൂരിഭാഗത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കിയത് അമേരിക്കയാണ്. അതിനുശേഷം പനാമയ്ക്ക് ഈ കനാൽ 1999 പനാമ എന്ന രാജ്യം അമേരിക്കയുടെ സഖ്യകക്ഷിയായതിനെ തുടർന്ന് അവർക്ക് നൽകുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പനാമ കനാലിൻ്റെ നിയന്ത്രണം പനാമൻ സർക്കാരിനെ സ്വാധീനിച്ചുകൊണ്ട് ചൈന ഏറ്റെടുക്കാനുള്ള ചില നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട്. ഇത് മണത്തറിഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യത്തിൽ കൃത്യമായ താക്കീത് പനാമയ്ക്ക് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. അങ്ങനെ ആയിരുന്നു കൊണ്ട് ചൈനയ്ക്ക് അവിടെ ചില ഇടപെടലിന് അവിടുത്തെ സർക്കാർ അവസരം നൽകുന്നുണ്ട്. ഇത് ശരിയല്ല, ഇത് തുടർന്നാൽ പനാമ കനാൽ ഞങ്ങൾ തിരിച്ചെടുക്കും എന്നാണ് അമേരിക്ക പറഞ്ഞതിൻ്റെ അർത്ഥം. ദേശീയ താൽപ്പര്യങ്ങൾ നിലനിർത്താനായി ഏത് മാർഗത്തിലൂടെയും പോകാനും ആരെയും എന്തും പറഞ്ഞ് ഭീഷണിപ്പെടുത്താനും ധൈര്യമുള്ള നേതാവായി ഡൊണാൾഡ് ട്രംപ് മാറിക്കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ ഇത്തരം പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.